ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഒരു പ്രാവശ്യം കൂടി കർത്താവ് അനുവദിച്ച ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ടിരിക്കാം. ആ പൊന്നുമുഖത്തേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമുക്ക് പകർന്നു തരുവാനുള്ള ആ ജീവൻ്റെ വചനത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാതോർത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അത് ഈ ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ വചനം നാം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ്, നാം കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ മനുഷ്യനെ രക്ഷിക്കാൻ ആഗ്രഹിച്ച ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിട്ടുണ്ടോ? ഈ രക്ഷ ഇന്ന് നമുക്ക് അനുഭവമായി തീർന്നിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയാൽ ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ പാപിയായ എനിക്ക് ഭാഗ്യം കിട്ടി. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ രക്ഷ നമുക്ക് നൽകുവാനായി പിതാവാം ദൈവം യേശുവിനെ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടു. ആ കഷ്ടതയിലൂടെ താൻ അനുഭവിച്ച ആ രക്ഷാനായകനെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കി തീർത്താണ് ആ രക്ഷയെ നമുക്ക് നൽകിയത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു തികവും കൂടി കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം നിവർത്തിച്ചു. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. എന്നാൽ ആ പുത്രനാണെങ്കിലും ആ പിതാവിൻ്റെ കൽപ്പന പ്രകാരം താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ 2 കാര്യം, കഷ്ടങ്ങളാൽ തികഞ്ഞവനായി, അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ആ തികവ് പ്രാപിച്ചവനാലാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ രക്ഷ നമുക്ക് നൽകുവാനായി ഈ പുത്രനാം ദൈവം എങ്ങനെയായിരുന്നു? സദൃശവാക്യങ്ങളുടെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. അവൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു, ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ടിരുന്നു, ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. ഈ യേശുക്രിസ്തു പുത്രനാം ദൈവം ഈ ഭൂമിയെ മുഴുവൻ പിതാവാം ദൈവം ചമച്ചപ്പോൾ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. അവൻ ഇടവിടാതെ അവൻ്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ടിരുന്നു, ദിനം പ്രതി അവൻ്റെ പ്രമോദമായിരുന്നു. പിതാവാം ദൈവത്തിൻ്റെ പ്രമോദമായിരുന്ന തൻ്റെ ഏകജാതനായ പുത്രനെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി അയച്ചത്. യെശയ്യാ പ്രവചനം അതിൻ്റെ 53-ാം അധ്യായം 10-ാം വാക്യം ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു, അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ ആ കുരിശിൽ തകർത്ത് കളയാൻ പിതാവാം ദൈവത്തിന് ഇഷ്ടം തോന്നി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഈ രക്ഷകൻ്റെ വചനം കേട്ടിട്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വന്നിട്ട് നാളുകളായി നാം വചനം കേൾക്കുന്നവരാണ്.
കൂട്ടായ്മ ആചരിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാ ഭക്തിമാർഗങ്ങളും അവലംബിക്കുന്നവരാണ്. എന്നാൽ ഈ രക്ഷ നമുക്ക് സ്വന്തമായി കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നാം മാനസാന്തരപ്പെട്ട് എന്ന് അവകാശം പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, നാം അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ നാം അത് അനുഭവിക്കുമ്പോൾ നാം നന്ദിയുള്ളവരായിട്ടാണോ നിൽക്കുന്നത്? നാം അനുഭവിക്കുന്ന ഓരോ നന്മകളുടെയും ഓരോ വിജയത്തിൻ്റെയും പിന്നിൽ ഒരു കഷ്ടതയുടെ, ഒരു അതിവേദനയുടെ, ഒരു വ്യക്തി കടന്നുപോയ അതിതീവ്രമായ വേദനയുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സകല നന്മകളുമെന്ന് നാം ചിന്തിക്കാറുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം, പുത്രനാൻ ദൈവത്തെ തകർത്ത് കളഞ്ഞ ആ ഇഷ്ടമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനം, നാം അനുഭവിക്കുന്ന സന്തോഷം, നാം അനുഭവിക്കുന്ന രോഗസൗഖ്യം, നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധി. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് അത് തന്നെയാണ്. അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് എന്നിരിക്കട്ടെ, ആ കഷ്ടങ്ങളിൽ തകരാതെ നിൽക്കാൻ, ഒരു സമാധാനം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയും അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ ഇഷ്ടമാണ്, ആ തകർക്കപ്പെട്ടവനായ ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമാധാനവും പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, പാപത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ അതിൽ പെട്ടുപോകാതിരിപ്പാൻ നമുക്ക് കഴിയുന്നത് യേശുക്രിസ്തു കുരിശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ മാത്രമാണ്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആർക്കെല്ലാമാണ് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയാത്തത്? നമുക്ക് വായിക്കാം 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ സുവിശേഷം എന്താണ്? സുവിശേഷം പിതാവാം ദൈവം തൻ്റെ അടുക്കൽ വിനോദിച്ചുകൊണ്ടിരുന്ന, തൻ്റെ പ്രമോദമായിരുന്ന ആ പുത്രനാം ദൈവത്തെ മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി തീരാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവൻ കാൽവറിയിൽ യാഗമായി തീർന്നു. അനേകം കഷ്ടങ്ങളിലൂടെ നമ്മുടെ പാപത്തിൻ്റെ ഓരോന്നിൻ്റെയും ശിക്ഷ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ആ ക്രൂശിന്മേൽ കയറിയത്. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ സകല പാപങ്ങളും മോചിക്കപ്പെടുന്നു, എനിക്ക് നിത്യരക്ഷ കിട്ടുന്നു എന്ന്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകാൻ അവൻ പ്രാപ്തനാകുന്നു എന്നാണ് നാം വായിച്ചത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ യാഗത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നത് നിത്യരക്ഷയാണ്. ഈ സുവിശേഷം ഇത് കേൾക്കുമ്പോൾ, ഈ സദ്വർത്തമാനം ഇത് വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഈ രക്ഷ അനുഭവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ലാതെ പോകുന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദുഷ്ടനായ പിശാച് ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം, ഈ രക്ഷയുടെ സുവിശേഷം മനുഷ്യൻ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു എന്ന ആ തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട് തുറന്നതായ ആ പുതുവഴിയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക്, ആ നിത്യസൗഭാഗ്യത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടും എന്നുള്ള സത്യം ദുഷ്ടനായ പിശാചിനറിയാം. അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആ സൗഭാഗ്യത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരണമെന്ന്. അവൻ ഈ സുവിശേഷം വിശ്വസിക്കാതിരിപ്പാൻ അവരുടെ മനസ്സ് കുരുടാക്കി കളയുന്നു. വേറെ പലതിലേക്കും അവൻ്റെ ഭക്തി മാർഗങ്ങളെയെല്ലാം കോട്ടിമാട്ടിക്കളയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്കയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. പുത്രനിൽ വിശ്വസിച്ചില്ല എന്ന ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്നേക്കുമായി ദൈവരാജ്യം നഷ്ടപ്പെടുകയാണ്. അവന് ന്യായവിധി വന്നു ചേരുകയാണ്. അവന് രക്ഷ നഷ്ടമായി പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? വെളിച്ചം ലോകത്തിലേക്ക് വന്നു,
പക്ഷേ ആ വെളിച്ചത്തെ സ്നേഹിക്കാൻ മനുഷ്യന് മനസ്സില്ല. അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിക്കുന്നു. ദുഷ്ടനായ പിശാചിൻ്റെ വശീകരണത്തിൽപ്പെട്ട് പാപ വഴികളിലൂടെ ലോക ഇമ്പങ്ങളിലൂടെ എല്ലാം നടക്കുവാനായി മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അവന് അതാണ് പ്രമോദമായി തീർന്നിരിക്കുന്നത്. മരണശേഷമുള്ള കാര്യമല്ലേ. ഇന്ന് ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ നന്നായി ജീവിക്കുക, ഉല്ലാസത്തോടെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് അവൻ്റെ ഹൃദയത്തെ അങ്ങ് കുരുടാക്കി കളയുന്ന അവസ്ഥ. ഈ നിത്യ തേജസ്സായ യേശുക്രിസ്തുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാനോ ആ കുരിശിൽ അവൻ സഹിച്ച ആ ത്യാഗങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനോ പോലും മനസ്സില്ലാതെ വണ്ണം അവൻ്റെ മനസ്സിനെ കുരുടാക്കി കളയുന്ന ഒരു ദുഷ്ടനായ പിശാച്. എന്നാൽ ആർക്കെങ്കിലും ഈ രക്ഷ ആഗ്രഹിക്കുന്നവൻ, ഈ രക്ഷ ആവശ്യമായി വരുന്ന നാം തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ വിളിച്ചത്. ദൈവം നമ്മെ കോപത്തിനായിട്ടല്ല വിളിച്ചത്. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും, തളർന്നു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നാലും, പോരാട്ടങ്ങൾ വന്നാലും, പാപത്തിൻ്റെ ശോധനകൾ വന്നാലും, ഒരു വ്യക്തി തന്നോട് കൂടെ ജീവിക്കേണ്ടതിന്, അവന് തന്നോട് കൂടെ ജീവിക്കാൻ എന്താണ് ദൈവം തന്നത്? നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു. അവൻ മൂലം രക്ഷ പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതെ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ആ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച്, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ, അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തരത്തക്കവണ്ണം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പൂർണ്ണ അനുസരണത്തോടെ നിന്ന് ആ പുത്രനാൻ ദൈവത്തിൻ്റെ അനുസരണവും നമ്മോടുള്ള ആ സ്നേഹവും തിരിച്ചറിയാതെ ജീവിക്കുന്ന ഒരു ജനം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എത്രത്തോളം ദുഃഖിക്കുന്നുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ മക്കൾ, അനേകർ മക്കളുള്ളവരാണ്. നമ്മുടെ മക്കൾ നമ്മോട് സ്നേഹത്തോടെ ഇടപെടാതിരിക്കുമ്പോൾ, നമ്മുടെ അടുക്കലൊന്ന് വരാതിരിക്കുമ്പോൾ, നമ്മോടൊന്ന് സംസാരിക്കാതിരിക്കുമ്പോൾ, ഒരു ദിവസം കുഴപ്പമില്ലാതെ പോവും, 2-3 ദിവസം അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളം വേദനിക്കുകയില്ലേ? നമ്മുടെ ഉള്ളത്തിന് അതികഠിനമായ വേദന ഉണ്ടാകുകയില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ തകർക്കപ്പെട്ടവനായ ആ യേശുവിൻ്റെ ഉള്ളം, ഈ സുവിശേഷം വിശ്വസിക്കാതെ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ ആ പ്രകാശം സ്വീകരിക്കാൻ മനസ്സില്ലാതെ മറുതലിച്ച് നിൽക്കുന്ന നമ്മെ നോക്കി എത്രയധികം ദുഃഖിക്കും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. ഈ ജീവൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുവാൻ, മടങ്ങി വരുവാൻ നമുക്ക് അവസരം തന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം എന്ന് നാം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എത്രയോ നിസ്സാരമായ കാര്യമാണ്. നാം ഒരേ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. ഈ ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിൽ, ആ ത്യാഗമരണത്തിൽ നാം വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ രക്ഷിതാവായി ഭൂമിയിലേക്ക് അയച്ചു. നാം അവിടെ 17-ാം വാക്യത്തിൽ ആദ്യം വായിച്ചല്ലോ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. രക്ഷകനായി ഈ ഭൂമിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പിറന്നു. എന്നാൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം, അവൻ ജനിച്ചു, വളർന്നു, ആ പരസ്യ ശുശ്രൂഷയുടെ കാലം എല്ലാം നടന്നു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു ചെയ്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് അവൻ മനുഷ്യരുടെ രക്ഷകനായി തീർന്നിട്ടില്ല. എപ്പോഴാണ് അവൻ മനുഷ്യൻ്റെ രക്ഷകനായി തീർന്നത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സ്തോത്രം. നാം ഇപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ആ കാൽവരിയുടെ മുകളിലേക്ക് നമുക്ക് പോകാം.
ആ ക്രൂശിൽ തകർക്കപ്പെട്ടവനായി കിടക്കുന്ന യേശു, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ആ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ വിണ്ട് കീറിയവനായി, മുഖത്തുനിന്ന് രോമമെല്ലാം വലിച്ചു പറിച്ച് തിണർത്ത് ചോരപ്പാടുകളോടുകൂടി ഇരിക്കുന്നു. തലയിൽ മുൾക്കിരീടം ചൂടിയവനായി, അത് കണ്ണുകളിലൂടെ തുളഞ്ഞ് പുറത്തേക്ക് വന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന ആ രൂപം. യഹോവയ്ക്ക് അവനെ തകർത്ത് കളയാൻ പ്രസാദം തോന്നി. കർത്താവായ യേശു ക്രിസ്തു ആ കുരിശിൽ കിടക്കുന്ന സമയത്താണ് അവനെ പിതാവാൻ ദൈവം ഏൽപ്പിച്ചിരുന്ന ആ ശുശ്രൂഷ പൂർത്തിയായത്. അവിടെ വെച്ചാണ് അവൻ മനുഷ്യൻ്റെ രക്ഷകനായി തീർന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടി, ബുഭുക്ഷയോടെ അലറുന്നത് പോലെ അവർ എൻ്റെ ചുറ്റും കൂടി നിന്നു എന്ന്. കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് നോക്കുമ്പോൾ പിശാച് തൻ്റെ ആ ദൗത്യത്തെ, പിതാവാൻ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മനുഷ്യരുടെ രക്ഷയെന്ന ആ വലിയ ദൗത്യത്തെ തകർത്ത് കളയേണ്ടതിന് വേണ്ടി എല്ലാ തരത്തിലും അവസാന നിമിഷം വരെയും അലറി വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോഴും യേശുക്രിസ്തു ആ കുരിശിൽ ആ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അവൻ്റെ സകല ആയുധവർഗങ്ങളെയും വെപ്പിച്ച് ആ പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയവനാണ് യേശു. ആ ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ മണവാളനായി തീർന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൽ ആ യാതനയിലൂടെ കടന്നു പോകുമ്പോൾ പിതാവാൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനും ദൈവത്തിനും മധ്യത്തിലുള്ള മധ്യസ്ഥനായി തീരുവാനുള്ള ആ യോഗ്യത അവൻ പ്രാപിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കുരിശിൽ കിടക്കുമ്പോൾ മനുഷ്യനും പിതാവാൻ ദൈവത്തിനും ഇടയിൽ മനുഷ്യന് വേണ്ടി വാദിക്കാൻ, ദൈവസന്നിധിയിൽ തൻ്റെ യാഗരക്തവും കാണിച്ചുകൊണ്ട് നിൽക്കാനുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീരാനുള്ള യോഗ്യത കർത്താവായ യേശു ക്രിസ്തു നേടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, ലോകപ്രകാരം ഒരു മണവാളൻ ഒരു പെൺകുട്ടിയെ കണ്ടു, വിവാഹത്തിനെല്ലാം നിശ്ചയിച്ച് കഴിയുമ്പോൾ അവൻ മണവാളനായി നിയോഗിക്കപ്പെട്ടു. എന്നാൽ അവൻ മണവാളനായി തീരുന്നത് ആ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നന്നായി ഒരുങ്ങി ആഭരണങ്ങൾ എല്ലാം അണിഞ്ഞ് അവൻ ആ ദേവാലയത്തിൽ പോയി നിൽക്കുമ്പോൾ, അവൻ്റെ അടുക്കൽ ആ മണവാട്ടി അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുമ്പോൾ, അപ്പോഴാണ് ആ മണവാളൻ എന്ന ശുശ്രൂഷ നിവർത്തിക്കപ്പെടുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു മണവാളൻ നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ മണവാളൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കുരിശിൽ മണവാളനായി തീരാനുള്ള യോഗ്യത നേടി അവിടെ കിടക്കുകയാണ്. ഇന്ന് നാം ഒന്ന് നോക്കണം, ആ മണവാളൻ്റെ മുഖം ലോകപ്രകാരമുള്ള ഒരു മണവാളനെ പോലെ അല്ല. അവൻ തകർക്കപ്പെട്ടവനായി, ചോര വാർന്നവനായി, അടിപ്പിണരുകളാൽ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറിയവനായി അവൻ നിൽക്കുകയാണ്. ആ പാതി അടഞ്ഞ കണ്ണുകളിലൂടെ അവൻ നോക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മെ ഓരോരുത്തരെയുമാണ് അവൻ നോക്കുന്നത്. എന്തിനു വേണ്ടി? എൻ്റെ അടുക്കലേക്ക്, എൻ്റെ വലതുഭാഗത്ത് എൻ്റെ മണവാട്ടിയായി ചേർന്ന് നിൽക്കാൻ ആരെല്ലാം വരുന്നുണ്ട്? അവൻ ആ ക്രൂശിൽ കിടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. എന്തിനു വേണ്ടിയാണ്? എൻ്റെ മണവാട്ടിയെ ചേർക്കുവാനുള്ള ദാഹമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്. തൻ്റെ പിതാവാൻ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ, പാപങ്ങളെയെല്ലാം കഴുകി ആ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താനുള്ള ആ ശുശ്രൂഷ നിവർത്തിക്കാനുള്ള ദാഹത്തോടു കൂടിയാണ് അവിടെ കിടന്ന് അവൻ നിലവിളിച്ചത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്ക് ആർക്കെല്ലാം ആ മണവാളിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ വന്നതാണ്, എന്തെല്ലാം തെറ്റുകൾ വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക സമർപ്പണങ്ങൾ എടുത്തു, പക്ഷേ അതിലെല്ലാം വീണു പോയതല്ലേ? തെറ്റുകൾ കൂടെ ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ വന്നതല്ലേ? ഇനി എനിക്കൊരു രക്ഷയുണ്ടാകുമോ? ഇനി എനിക്കൊരു എഴുന്നേൽപ്പുണ്ടാകുമോ? ഇങ്ങനെയുള്ള നിരാശയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ദുഷ്ടനായ പിശാചാണ്. ഈ രക്ഷയുടെ സുവിശേഷം, ഈ തേജസ്സിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സ് കുരുടാക്കുന്ന ആ ദുഷ്ടനായ പിശാചാണ്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ഈ മണവാളൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കേണ്ടതിന് ഒരു ചെലവും ചെയ്യേണ്ടതില്ല. അതിനുവേണ്ടി ഒരു നേർച്ചയോ വഴിപാടുകളോ ഒന്നും കഴിക്കേണ്ടതില്ല. ഒരു കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും വേണ്ട. ഒരേ ഒരു കാര്യം മാത്രം മതി. നമുക്ക് മനസ്സുണ്ടോ? കർത്താവേ,
എൻ്റെ ജീവിതത്തിൽ അനേകം വീഴ്ചകൾ വന്നതാണ്, പോരാട്ടങ്ങൾ അനേകം വന്നതാണ്, നാവിൽ തെറ്റ് പറ്റിയതാണ്, ചിന്തയിൽ തെറ്റ് പറ്റിയതാണ്, ഞാൻ പറഞ്ഞ സമർപ്പണങ്ങളിൽ നിന്നെല്ലാം വീണു പോയതാണ്. കർത്താവേ, നിൻ്റെ മണവാട്ടിയായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എങ്കിലും നാം ഒന്ന് ചിന്തിക്കണം, ഈ മണവാട്ടിയായി തീരാൻ എങ്ങനെ നമുക്ക് യോഗ്യത പ്രാപിക്കാം? 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, തന്നെ താഴ്ത്തുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, തങ്ങളുടെ ദുർമാർഗങ്ങളെയെല്ലാം ഏറ്റുപറയുക. ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളും കുറവുകളും എല്ലാം, സംസാരത്തിൽ വന്നത്, നോട്ടത്തിൽ വന്നത്, നമ്മുടെ സ്വപ്നങ്ങളിൽ വ്യാപരിച്ച അശുദ്ധികൾ, നമ്മുടെ സംസാരത്തിൽ വന്ന പിഴവുകൾ, മറ്റുള്ളവരെ നമ്മുടെ കണ്ണിലൂടെയുള്ള നോട്ടത്തിലൂടെ കോപത്തോടെ നോക്കിയത്, പരിഹാസത്തോടെ നോക്കിയത്, മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിച്ചത്, ആ ഇകഴ്ത്തുന്ന നോട്ടം നമ്മിൽ നിന്ന് വന്നത്, നമ്മിൽ വന്ന അഹങ്കാരങ്ങളും നിഗളങ്ങളും, എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന വൻ മതിലുകളാണെന്ന് തിരിച്ചറിയാതെ ഭക്തിയുടെ വേഷം ധരിച്ച് നടന്ന നാളുകൾ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ നാം ആ സമയത്തൊന്നും മരണപ്പെട്ടു പോകാതിരുന്നത്, അല്ല, ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തു വരാതിരുന്നത് അവൻ്റെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ നിത്യദയ കൊണ്ട് നമ്മെ സ്നേഹിച്ച ആ നിത്യസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ആവലോടെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം ആ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുന്നുവോ, സ്വർഗത്തിൽ നിന്ന് അവൻ കേൾക്കും, അവൻ നമ്മെ നോക്കും, നമ്മുടെ പാപങ്ങളെ സൗഖ്യമാക്കി തരും. 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന്. എന്തെല്ലാം കുറവുകൾ വന്നാലും വീഴ്ചകൾ വന്നാലും, കർത്താവേ, തെറ്റുപറ്റിപ്പോയി, ഒരു പ്രാവശ്യം കൂടി നിൻ്റെ കരുണയുടെ കരമൊന്ന് നീട്ടണമേ, എന്നെ ഒന്ന് നോക്കണമേ കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ കർത്താവേ, ഞാൻ നിൻ്റെ മുമ്പാകെ വെറും പാഴാണ്, എൻ്റെ കർത്താവേ, ഒരു പ്രയോജനമില്ലാത്തവളായി തീർന്നതാണ്. എന്നാൽ കർത്താവേ, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് തൊടാമോ, എന്നെ ഒന്ന് കഴുകാമോ കർത്താവേ? ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വരാതെ നിന്നെ സ്നേഹിച്ച് നിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഞാൻ നിന്നുകൊള്ളാമെന്ന് ആരെല്ലാം ഏതെല്ലാം സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുവോ, ഒന്ന് മാത്രം മതി, ഇത്രയൊന്ന് ഒന്ന് ഏറ്റുപറയാൻ, കർത്താവേ കരുണ തോന്നണമേ, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപറയാൻ, നിലവിളിക്കുവാൻ ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഈ ഭൂമിയിൽ വേറെ ഒരു ചെലവും ചെയ്യേണ്ടതില്ല, ഒരു വ്യക്തിയെയും കാണാൻ പോകേണ്ടതില്ല, ആരോടും പറയേണ്ടതില്ല. നമുക്ക് തന്നെത്താൻ മുട്ടുമടക്കി ആ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകരാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണത്. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നെന്ന ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ, ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുകയാണ്. എന്നെ ഒന്ന് കഴുകാൻ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ, നിൻ്റെ മണവാട്ടിയായി നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, അവൻ്റെ അടുക്കിലേക്ക് ആ കൃപയുടെ കരം നീണ്ടുവരും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ആ കരം നീണ്ടുവന്ന് ആ മണവാളനോട് ചേർത്ത് തൻ്റെ വലതുഭാഗത്ത് അവനെ നിർത്തും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പിന്നീടുള്ള യാത്ര ആ മണവാളനോട് ചേർന്ന് കരം പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അത് മാധുര്യമേറിയ യാത്രയാണ്. കാരണം മണവാളൻ മുമ്പെയാണ് നടക്കുന്നത്, നാം പിന്നാലെ നടക്കുമ്പോൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുക എന്ന ആ ഒരു അനുസരണം മാത്രം മതി നമുക്ക്. ഹൃദയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള നന്ദിയുടെ സ്തോത്രം ഇടപെടാതെ ആ അധരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാനും മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആ കൃപ ലഭിക്കും. ആ രക്ഷയുടെ തുറമുഖത്തേക്ക് കർത്താവായ യേശുക്രിസ്തു നമ്മയും ചേർത്ത് നിർത്തും.
ഈ രക്ഷയുടെ തുറമുഖത്തേക്ക് ഈ ഭൂമിയിൽ നാം ശരീരത്തിലിരിക്കുമ്പോൾ കടന്നു നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അവന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന ഒരനുഭവമുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തു പാടിക്കൊണ്ടിരുന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ആ പാട്ട് പാടേണ്ടവരാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ ഇരുന്നു. രക്ഷ എന്നത് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. ആ പാട്ട് പാടാൻ യോഗ്യത പ്രാപിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോഴാണ്. കൃപയാൽ ഈ ജീവൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് എനിക്കും ഭാഗ്യം തന്നു. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന്, അവൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണെന്നും ഈ വചനം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഒന്നും കർത്താവിനോട് ചോദിച്ചില്ല. അതെല്ലാം പാപം നിറഞ്ഞതായിരുന്നു. മുഴുവൻ ലോകവും അഹങ്കാരവും നിറഞ്ഞതായിരുന്നു. എന്നാൽ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന ആ ഒരൊറ്റ വചനത്തിങ്കൽ എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൈമാറിയതാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ ശുദ്ധീകരിച്ചു. അവൻ എന്നെ വഴി നടത്തി. തൻ്റെ മണവാട്ടിയായി എന്നെയും ചേർത്ത് നിർത്തി. ഇന്ന് എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഈ മണവാളൻ്റെ ഇഷ്ടം തികച്ചുകൊണ്ട് പൂർണ്ണാനുസരണത്തോടെ അവനോട് ചേർന്ന് നടക്കണം. എനിക്കും ആ പാട്ട് പാടണം. രക്ഷ എന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന പാട്ട് പാടണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തു ആ പാട്ട് പാടാനുള്ള യോഗ്യത തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ അപ്പ, ഈ രക്ഷയുടെ തേജസ്സേറിയ അനുഭവത്തിലേക്ക്, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർത്ത് നിർത്തണമേ. നിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി ഭൂമിയിൽ ജീവിക്കാൻ, നിത്യതയിൽ രക്ഷയുടെ പാട്ട് പാടുവാൻ അടിയങ്ങൾക്കും യോഗ്യത തരണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയങ്ങളെയും ഓർക്കണമേ എന്ന് അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.